നല്ലൊരു നടനും നർത്തകനുമാണ് വന്നത്. നല്ലൊരു കാര്യം ചേട്ടാ, അടിപൊളി ഡാൻസ്, അടിപൊളി ഡാൻസ്. അതിനാരാ ഡാൻസ് കളിച്ചേ? സ്റ്റേജിലേക്ക് കയറി വരുന്ന വഴിക്ക് ആരാണ് കോഴിക്കാട്ടം കൊണ്ടേ വെച്ചേ? പണ്ടാരാണ് അതിന്റെ മുകളിൽ കയറി ചവിട്ടുകയും ചെയ്ത് ഇത് തേച്ചിട്ട് മാച്ചിട്ട് പോണ്ട കാൽവന്ന്. അപ്പൊ ഡാൻസ് കളിച്ചാ അല്ല, നോക്ക് കണ്ട കണ്ട അടിപൊളി അടിപൊളി. താമസം മതി, ഭയങ്കര ടൈമിങ്ങും. ഞാൻ അതുകൊണ്ടാണ് ആദ്യം തൊട്ട് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഓഡിയൻസ് ആണ്. നമുക്ക് ഖത്തറിൽ വെച്ചാണ് ഷൂട്ട് നടക്കുന്നത്. അതുകൊണ്ട് ചേട്ടനെ പോലുള്ളവർ നമ്മുടെ സിനിമയ്ക്ക് വേണ്ട. ഞാൻ സ്റ്റാൻഡേർഡ് ആണ്. ഞാൻ കേരളത്തിൽ നിന്ന് വരാം. കേരളത്തിൽ കോഴിക്കോട് ഉള്ളിലാണ്. ഒരു അവസരം സിനിമയിൽ അഭിനയിക്കാൻ തരണം. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് നാണോ. പൊളിഞ്ഞില്ലേ? ഇത് ഓൾഡാണ്. അല്ല അല്ല, ഞാൻ നന്നായിട്ട് ചെയ്യും. ഒരു അവസരം തന്നാ മതി. ഓക്കെ ശരി. ഞാനിപ്പോ ഈ ഷോ ഇങ്ങനെ ആങ്കർ ചെയ്തോണ്ടിരിക്കുന്ന ചേട്ടൻ കാണല്ലോ. ഇതുപോലെ ചേട്ടൻ ചെയ്ത് കാണിച്ചാൽ എന്റെ സിനിമയുടെ അവസരം തരാം. എന്ത് ചെയ്യാം? ആങ്കറിംഗ്. അവതാരനായിട്ട് സംസാരിക്കാമോ? ഇപ്പൊ ചെയ്യുന്ന പോലെ അത് ഞാൻ ചെയ്യും. സ്ഥലത്തിന്റെ പേര് ഇത് ഖത്തർ. ഹലോ ഖത്തർ, സുഖം വേണോ? സുഖമാണോ? പേടിപ്പിച്ചു പോയല്ലോ. ഇതുകൊണ്ടാണ് വായിന്ന് വിട്ടിത്തൊക്കെ വരുന്നോണ്ടാണ് നമ്മുടെ സിനിമ. അവസരം തന്നാ മതി, ഞാൻ ചെയ്തോളൂ. എങ്ങനെയെങ്കിലും ചെയ്തോളൂ. എന്തിനാണ് കെട്ടിയെടുത്തത്? അല്ല, സിനിമയിൽ അവസരം. സിനിമയിൽ അഭിനയിക്കും. അപ്പൊ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? അറിയാം. ഒരാള് സിനിമയിൽ അഭിനയിക്കാൻ ആദ്യമായിട്ട് വരുമ്പോൾ അയാൾക്ക് വേണ്ട 2 കാര്യങ്ങളൊന്ന് പറഞ്ഞു. അറിയുന്ന പോലെ പറയാം. കേരവൻ ജ്യൂസ്. ഗൂഗിളിൽ തപ്പി പഠിച്ചിട്ട് അവസരം വേണം പ്ലീസ്. കഷ്ടപ്പെട്ട് വന്നത് ഒരു അവസരം തന്നാ മതി. എടാ, നിന്നെ എനിക്ക് നല്ല പരിചയമുണ്ട്. പെട്ടെന്ന് ഈ മുഖത്ത് ഇതൊക്കെ വെച്ചിട്ട് നല്ല പരിചയമുണ്ട്. എവിടെ 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 എന്റെ കഴിഞ്ഞ പടത്തിൽ അഭിനയിക്കാൻ വന്നിട്ടുണ്ടോ? നിങ്ങളൊരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ കഴിഞ്ഞ പടത്തിൽ ഈ നാറി എന്റെ കാല് പിടിച്ച് എന്റെ സിനിമയിലെ കഴിഞ്ഞ പടത്തിൽ വന്ന് അഭിനയിച്ച് 32 സീൻ, 32 ഒരു സീൻ 32 തവണയാണ് ടേക്ക് എടുത്ത് കൊളവാക്കിയത്. ഞാൻ പറഞ്ഞല്ലേ ഡബിങ് പിടിച്ചോളാം. ഒരു പാട്ട് സീനിലെ ഡാൻസ് ഒക്കെ എങ്ങനെ ഞാൻ ഡബിങ് പിടിക്കും? നിങ്ങൾ തന്നെ പറ. ഇവനെ കൊണ്ട് എന്നാ ചെയ്യാനാ? വേണ്ട, ചെയ്യും. ഒരു അവസരം തന്നു ഇവരെ മുന്നിൽ ഒരു അവസരം കൊണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ചെയ്യും. ഇത് ഓഡിഷൻ അല്ലേ? ഒരു നല്ല കാര്യം കൊടുത്താൽ ഞാൻ പുള്ളിക്ക് ഒരു സീൻ കൊടുക്കാം. പുള്ളി അത് അഭിനയിക്കുമോ നമുക്കൊന്ന് നോക്കാം. ഓരിന്റെ കൂടെ അതാണല്ലോ ഏറ്റവും വലിയ കുഴപ്പം. ഓക്കെ, റെഡി. ഒരു ഇമോഷണൽ സാധനം ചെയ്യാം. സംഭവം ഡോക്ടർ പറയും അത് മാറ്റുമോ? ഞാൻ പറയാ ചെയ്യാം. ഞാൻ ഡോക്ടറാണ്. ഞാൻ ഡോക്ടറാണ്. അപ്പൊ സ്വന്തം അച്ഛന്റെ വൈകാരിക ഡോക്ടറോട് പറയാൻ വരുന്ന ഒരു മകന്റെ സീൻ അഭിനയിച്ച് കാണിക്കാം. സ്ക്രിപ്റ്റിനകത്ത് അങ്ങനെ. ഓക്കെ, ഞാൻ ഡോക്ടറാണ്. താങ്കളുടെ അച്ഛന് വയ്യാതെ കിടക്കുന്നു. അച്ഛന് വയ്യ. അപ്പൊ ഇമോഷണൽ ആയിട്ട് അവിടെ നോക്കാം. അച്ഛനോട് പറഞ്ഞ ഡോക്ടറാണ്. അച്ഛന് തീരെ വയ്യ. സംഭവം സീനാണ്. തീരും. എന്താ ചെയ്യണ്ടേ? പറ, നിങ്ങൾ തന്നെ പറ. സ്വന്തം അച്ഛന് വയ്യനാണ് വരേണ്ടത്. ഇമോഷണൽ ആയിട്ട് വരൂ. ഒരു സങ്കടമായിട്ട്. സങ്കടം അങ്ങനെ പറയും. മോശം പറഞ്ഞു കിട്ടൂല. സങ്കടമായിട്ട് ഞാൻ ഡോക്ടറാണ്. എന്നോട് വന്നിട്ട് പറയണം, ഡോക്ടറെ എന്റെ അച്ഛന് ഇവന്റെ അച്ഛന് സോറി എന്റെ അച്ഛന് തീവ്രവാദമായി ബന്ധമുണ്ട്. ഖത്തർ പോലീസിന്റെ അണ്ണാക്കി വെടിവെക്കും. എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വയ്യാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഡോക്ടറെ എന്റെ സ്വന്തം അച്ഛന് മസ്തിഷ്കത്തിൽ വ്യത്യസ്തമായ ബ്ലഡ് പ്രളയമാണ്. തലവേദന അതുകൊണ്ടല്ല, സ്ക്രിപ്റ്റിനകത്തിലാണ് എഴുതിയിരിക്കുന്നത്. തന്റെ അച്ഛന് മസ്തിഷ്കത്തിൽ അങ്ങനെ പറഞ്ഞ എന്താ ശരിക്കും? തലയ്ക്കുള്ള വലിയൊരു അസുഖമാണ്. അങ്ങനെ തന്നെ പറയണം. സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ നമ്മുടെ മുന്നിൽ ഇരിപ്പുണ്ട്. പറഞ്ഞു നോക്കാം. ഡോക്ടറെ എന്റെ സ്വന്തം പൊന്നു ഡോക്ടറെ, എന്റെ പൊന്നു ഡോക്ടറെ, എന്റെ സ്വന്തം അച്ഛൻ നന്നായിട്ട് ചെയ്യും. നല്ല കൈ കൊടുക്കണം. നല്ല കൈയടി. നിന്റെ പടത്തിൽ ഞാനാണ് അഭിനയിക്കാൻ വന്നേ. ഞാൻ പറയുന്നോട് ചെയ്യും. ഡോക്ടറെ എന്റെ സ്വന്തം അച്ഛന് മസ്തിഷ്ക
അച്ഛന്റെ തലയിലല്ല, എന്നെ കഷ്ടപ്പെട്ട് ഖത്തറി കൊണ്ടുവന്ന നമ്മുടെ തലയല്ലേ ഗുരു. ഫോണടിക്കുന്ന നമുക്ക് സതീശ് ഇവിടെ വന്നോളൂ. ആ ഏത്? ഞാൻ ഒരു സിനിമന്റെ ഓഡിഷൻ. അയാൾക്ക് വലിയ അറിവൊന്നുമില്ലേ? സംവിധായകനാ. സിനിമന്റെ പേരോ? സിനിമന്റെ പേരെന്താ? അന്തിക്ക് പൂക്കുന്ന ചെമ്മാനം, ചന്തിക്ക് തേക്കുന്ന കുമ്മായം. ഹലോ, ഞാൻ ഡയറക്ടറാണ്. ഞാൻ ചെയ്തത് പടം ചന്തിക്ക് തേക്കുന്ന അത് സംഭവം മൊത്തത്തിൽ കയ്യിൽ പോകുന്നുണ്ടോ? അവസരം തന്ന ഒറ്റ അവസരം. ഒരു ഡയറക്ടർ ഗതികേടാ. ഒരു അവസരം കൊണ്ട ഒരു സീൻ തരാം നിനക്ക്. എന്തായാലും മറ്റേ സീൻ നിനക്ക് പറ്റും. ആയിക്കോട്ടെ. നിനക്ക് റൊമാൻറ്റിക് സീൻ തന്നാ ചെയ്യാൻ പറ്റും. അതാണ് ഈ മരണം കരച്ചിലൊന്നും നടക്കൂല. റൊമാൻറ്റിക്കാണ് നമ്മളൊരു കിട്ടില്ല. റൊമാൻറ്റിക് സീൻ തരാം. അത് വേണ്ടേ? നിങ്ങളാണ് കാമുകൻ. ഞാൻ കാമുകനോ? തുടങ്ങി ഒരു കൈഡി കൊടുത്തേ. കാമുകനായി നിങ്ങളുടെ കൂടെ അഭിനയിക്കാൻ ഇന്ന് ഇവിടെ ഒരു കാമുകി വരും. എന്റെ കൂടെ കാമുകിണ്ടേ? ഉറപ്പ്. ഒരു മിനിറ്റ്. എന്താ കാമുകി എവിടെ? എന്നതാ കാമുകി എവിടെ? അല്ല, ആൾക്കാരില്ലാത്ത സ്ഥിതിക്ക് തൽക്കാലം ഞാൻ കാമുകിയായിട്ട് അഭിനയിക്കാം. ഒരു മിനിറ്റ്. പണ്ടാരടങ്ങാനായിട്ട് ഇവിടെ ഇതൊക്കെ ഒരു മുഖത്തൊരു ഭാവം വരാൻ അങ്ങോട്ട് പേടിയാവും. റൊമാൻസ് അല്ലേ? എന്താ വേണ്ടത്? ആരെങ്കിലും ഒരാൾ നായികയായിട്ട് അഭിനയിക്കും. ഇതൊക്കെ ഓഡിഷൻ വന്നല്ലേ? ഒരു നായിക വന്നാൽ ഞാൻ ചെയ്യാം. ഓഡീഷന് വന്നാണ്. ഇദ്ദേഹത്തിന്റെ കൂടെ നായികയായിട്ട് അഭിനയിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് ഒരാളെങ്കിലും കണ്ടിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ നായികയായിട്ട് വന്നിരുന്നാൽ മതി. ആരെങ്കിലും വന്നാൽ മതി. പ്ലീസ്, ജീവിത പ്രശ്നമാണ്. ഇത്രയും ദൂരം വന്നുപോയി. മതി. മലയാള സിനിമയിൽ സ്ത്രീ ഓറിയന്റഡ് കഥാപാത്രങ്ങൾ ഞാൻ ചെയ്യും. ഞാൻ ഈ സ്ത്രീകളെ വെച്ച് പടം എടുക്കുന്നുള്ളൂ. എന്റെ നായിക എനിക്ക് കിട്ടിക്കഴിഞ്ഞു. സൂപ്പർ. ഇനിയിപ്പോ നായകൻ വേണം. വരുന്നില്ലേ? തലമുടി ചീകി 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 എന്റെ നായിക കിട്ടി. പിന്നെ ഇവിടെ ഒരു നല്ല കൈഡി. എന്റെ സിനിമയിൽ അഭിനയിക്കാനുള്ള നായകൻ വന്നു. നായിക വന്നു. ഓഡീഷനുള്ള ആളാണ്. ചേട്ടാ, നായിക വന്നു. എനിക്ക് കൈ എടുത്തോ. കുടുങ്ങിപ്പോയതൊന്നും എടുത്തോണ്ട് മുടി കെട്ടുകൊടുക്കാം. കൈ കുടിക്കണം. സോറി. അപ്പൊ നായിക വന്നിട്ടുണ്ട്. നായക വന്നു. ഇപ്പൊ സംഭവം നായിക ഇവിടെ വരും. ഓഡീഷനാണ്. ഓഡീഷൻ. ഓക്കെ, റെഡിയല്ലേ? അപ്പൊ ഞാനൊരു സീൻ ഇവിടെ ബ്രീഫ് ചെയ്യാം. അതിനനുസരിച്ച് അഭിനയിച്ചാൽ മതി. നന്നായിട്ട് അഭിനയിക്കാം. നിർത്തി പ്രശ്നമൊന്നുമില്ല. കാര്യമൊന്നുമല്ല. നിയമമുണ്ടാകും. ഞാനാണെന്നൊക്കെ സംവിധായകൻ. വിശാലമായ ഒരു കടൽപ്പുറം. അതിന് ഖത്തറിലൊരു കുറവുമില്ല. കടലിന് നടുക്ക ഞാൻ പറഞ്ഞു. വിശാലമായ ഒരു കടപ്പുറം. അവിടെ വിഷാദ രൂപത്തിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു കാമുകി. വിഷാദ രൂപത്തിൽ. അപ്പോൾ അവിടെ നടന്നു വരുന്ന കാമുകി. ഓക്കെ. ഈ നായിക ഈ അങ്ങോട്ടൊക്കെ വിഷമിച്ച് നോക്കി നിൽക്കുമ്പോ നായകനായ ഞാൻ ഒന്നെടുത്ത് പറയും. നായകനായ ഞാൻ എന്റെ അടുത്തേക്ക് നടന്നു വരൂ. നടന്നു വരും. ഓക്കെ, റെഡി. അപ്പൊ അവിടെ വിശാലമായ കടപ്പുറത്തേക്ക് നോക്കി. റെഡിയല്ലേ? ടെൻഷന്റെ കാര്യമൊന്നും ഇല്ല. ഞാൻ നടന്നു വരുന്നല്ലേ? സ്റ്റാർട്ട്. ആക്ഷൻ ക്യാമറ. ഞാനേ ഒരു വെള്ള കുതിരപ്പുറത്ത് വന്നാൽ നടക്കുമ്പോ ഒരു പഴയ സ്റ്റൈൽ കുതിരയാകുമ്പോ റൊമാൻറ്റിക് ഒക്കെ വർക്കാവും. അതൊന്ന് പറഞ്ഞാളെ. വിശാലമായിട്ട് നിൽക്കുന്ന ഓഡിയൻസിന് വേണ്ടി ഒന്ന് പറഞ്ഞാളെ. ഞാൻ ചെറിയ കുതിരപ്പുറത്താ വരുന്നത്. അത് പറഞ്ഞാളെ. വിഷാദമായിട്ട് നിൽക്കുന്ന നായിക. അവിടേക്ക് വെള്ള കുതിരപ്പുറത്ത് വരുന്ന നായകൻ. അല്ലെങ്കിൽ വേണ്ട, ഒരു ബുള്ളറ്റിൽ വരാം. പുതുമ ഉണ്ടാവും. ബുള്ളറ്റ് അത് പറയാം. ബുള്ളറ്റ് അത് പറഞ്ഞാളെ. ബുള്ളറ്റിലാണ് ഞാൻ വരൂ. അപ്പൊ വിഷാദമായിട്ട് നിൽക്കുന്ന നായിക. നായികയുടെ അടുത്തേക്ക് ബുള്ളറ്റിൽ വരുന്ന നായകൻ. ബുള്ളറ്റിൽ പെട്രോൾ ഇല്ല. നടന്ന് തന്നെ വരാം. എന്നോട് ബുള്ളറ്റ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞോ? ഇല്ല. നീ ഒന്നും പറഞ്ഞോ. ഈ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ പറഞ്ഞ ഡയലോഗ് കുഴപ്പമില്ല. കംഫർട്ടല്ലേ? പിന്നെന്ത് കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എത്രയോ ചുള്ളന്മാരുണ്ട്. കയറി വന്നാൽ പോരായിരുന്നു.
ശരി ഓക്കെ, ഞാൻ പറയാം, ഡയലോഗ് പറയാം. റെഡി റെഡി റെഡി. ഒരു നല്ല കേട്ടി. എന്റെ സിനിമയിൽ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. എന്റെ സിനിമയിലെ ആൾക്കാരെല്ലാം കണ്ടെത്തി കഴിഞ്ഞു. റെഡി, ഡയലോഗ് കേട്ടോ. പ്രിയതമേ, പ്രിയതമേ. പ്രിയതമേ എന്ന് അത് പറയണം. ഓക്കെ. പ്രിയതമേ. പ്രിയതമേ. നശിപ്പിച്ചില്ലേ സാർ? എന്താണ്? എന്റെ പൊന്നിപ്പോ ഓവറാണ് നിങ്ങൾ. നിങ്ങൾ വന്നപ്പോ തൊട്ടേ ഓവറാണ്. കൂടുതലായി പിന്നെ കൈ തട്ടി കളിക്കില്ലേ? അറിയില്ല, നാടകം കളിച്ചിട്ട് പറ്റുള്ളൂ. നാടകമല്ല, സിനിമ എന്ന് വെച്ചാൽ ജസ്റ്റ് ബിഹേവിങ് അല്ലേ? ഇപ്പോഴത്തെ സിനിമ ജസ്റ്റ് ബിഹേവ് ചെയ്യാം എന്ന് വെച്ചാൽ നമ്മൾ അഭിനയിക്കുവാണെന്ന് മറ്റൊരാൾക്ക് തോന്നുകയേ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അഭിനയിക്കാണ്ട് നിന്നാ പോരെ. അതല്ല, ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് എന്റെ കണ്ണിലേക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. ലുക്ക് മൈ ഐസ്. ഓക്കെ, ഏത് പലൈസ് കൊലൈസ് ഏതാ? എന്റെ കണ്ണിലോട്ട് നോക്കാൻ അവിടെ നിന്റെ അടുത്തല്ല. ചുണ്ടൊന്ന് ഗ്ലോ ചെയ്യാം പ്ലീസ്. ഒന്ന് ഗ്ലോ ചെയ്യാം ചുണ്ട്. ഇവിടെ ഇവിടെ പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ വളരെ ജെന്റ്ലി, വളരെ ക്വയറ്റായിട്ട് എങ്ങനെയാണ് സിനിമയിൽ ഡയലോഗ് പറയുന്നത് ഞാൻ പറഞ്ഞു. പ്രിയതമേ, 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 എന്റെ പ്രിയതമേ, എന്റെ പ്രിയതമേ, പ്രിയ, എന്റെ പ്രിയതമേ, പ്രിയതമേ, എടിയേ, പ്രിയതമേ, ഓക്കെയല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ പൊന്നടി. ഹലോ മിസ്റ്റർ ഓസ്കാർ അവാർഡ്. ഇതുപോലെ സിമ്പിളായി ചെയ്യും. ഇതുപോലെ സിമ്പിളായി ചെയ്യും. ഇതോ ഖത്തറിലെ കടല് വലിയ കേട്ടത്. സിമ്പിളായി ചെയ്യാം. ഞാൻ ചെയ്ത പോലെ സിമ്പിളായി ചെയ്യും. ഞാൻ നിങ്ങൾ ചെയ്ത പോലെ നിങ്ങൾ ചെയ്ത് എങ്ങനെയാ? നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ഞാനും കുട്ടി മാത്രമല്ലേ കേട്ടുള്ളൂ. ആണ്. അതുപോലെ ചെയ്യും. ഇങ്ങോട്ട് നോക്ക്. റൊമാൻസ് തിരിച്ചു പിടിച്ചു. അയ്യോ, പേടിപ്പിക്കല്ലേ. ഓക്കെ. പ്രിയതമേ. അത് സെറ്റാണ്. പ്രിയതമ സെറ്റ്. എന്താണ് നിന്റെ മുഖത്തൊരു? എന്താണ് നിന്റെ മുഖക്കുരു? ഓക്ക് മോക്കുരുള്ള നിൽക്കുന്നത് മോക്കുരു. എന്താണ് നിന്റെ മുഖത്തൊരു? കറക്റ്റ് പറഞ്ഞുകൊണ്ട്. എന്താണ് നിന്റെ മുഖത്ത്? എന്താണ് നിന്റെ മുഖത്തൊരു? കുണ്ഠിത. പെണ്ണുങ്ങളെ സോറി സോറി പെങ്ങളെ ഒന്ന് പെണ്ണുങ്ങളെ മുഖത്ത് എന്ത് വൃത്തിയാണ് പറയുന്നത്? ഇത് എന്ത് ഭാവം? വൃത്തിയോട് കാണിക്കാൻ വേണ്ടിട്ട് കയ്യോട്ട് കൂടെ കാണിക്കും. പറയിപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ ആഡംബരാതി. സോറി 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 സോറി. അത് ഓന്റെ ഒരു വൃത്തികേട്, ഓന്റെ ഒരു സ്റ്റാൻഡേർഡ് പറഞ്ഞു. അത് മലയാളം നിങ്ങട്ടില്ല തേങ്ങാക്കല പോടാ വൃത്തിയോട് പറയാതി. അറിയിക്കല്ലേ നാട്ടുകാരടുത്ത്. വിഷമഭാവമാണ് അതിന്റെ അർത്ഥം. പറയാൻ കഴിയിലേക്ക് ഒന്നുകൂടെ പറഞ്ഞോ. എന്നെ നോക്കണ്ട, ഇത് നോക്കണ്ട. ഓര് നോക്കിയില്ല പരിപാടി നടക്കൂല. പ്രിയതമേ, പ്രിയതമേ, എന്താണ് നിന്റെ മുഖത്തൊരു? എന്താണ് നിന്റെ മുഖത്തൊരു? വേണ്ട വേണ്ട, അത് വേണ്ട. ആ ഡയലോഗും എന്റെ മുഖം കൂടെ ആലോചിക്കുമ്പോ ഭയങ്കര ചേർച്ചാണ് അവരെ തോന്നാം. അത് വേണ്ട, ആ ഡയലോഗ് വേണ്ട, അത് മാറ്റിയാണ്. എന്റെ പടത്തിലല്ലേ ഞാൻ പറയാം. ഞാൻ പറയുന്ന ചെയ്താൽ മതി. പ്രിയതമേ, പ്രിയതമേ, എന്താണ് നിന്റെ മുഖം? എന്താണ് നിന്റെ മുഖം? ഈ പറയണ്ട, ഞാൻ ചെയ്തോളാം. പ്രിയതമേ, എന്താണ് നിന്റെ മുഖം? ഫാമിലി ഓഡിയൻസ് നടക്കുന്ന പറയാ. ഞാൻ ചെയ്തിട്ട് വലിയ തെറ്റോ? ഞാൻ എന്റെ മാന്യൻ. ഇതാ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യുന്ന സംഭവം തല്ലണ്ടേ? എന്തിനാണ് ഈ പറഞ്ഞ? ഞാൻ ചെയ്ത് കാണിച്ചതല്ലേ. സംഭവം എന്താണെന്ന് വെച്ചാൽ നിനക്ക് സ്റ്റാൻഡ് സീൻ പറ്റൂല, റൊമാൻസ് പറ്റൂല, നിനക്ക് ഡാൻസ് കളിക്കാൻ പറ്റും. അവിടെ എന്താ ഞാൻ നോക്കുന്നത്? അതേക്ക് പറ്റൂ. അതേ പറ്റൂ. ഡാൻസ് കളിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് ടെസ്റ്റ് ആണ്. എന്റെ സിനിമയിൽ ഇതേ ഡാൻസ് കളിക്കുമെങ്കിൽ എന്റെ സിനിമയിൽ ഇതേ പക്ഷെ എനിക്ക് ഒരു നായിക പോരാ. ഒരു നായിക പോരാ. എന്റെ ഡാൻസിൽ നായകനോടൊപ്പം തുള്ളി കളിക്കേണ്ടത് 3 നായകന്മാരാണ്. അപ്പൊ 2 പേരോട് വേണം. അതൊന്ന് വിളിച്ചോടാ. വിളിച്ചോട്ടോ പ്ലീസ്. ഇന്ന് അഭിനയിക്കാൻ എടുക്കണമെങ്കിൽ 2 ആളും കൂടെ വരണം. ഏതെങ്കിലും 2 ആൾ. താല്പര്യം എന്റെ സിനിമയിൽ അഭിനയിക്കാൻ ഇഞ്ചടുത്ത് വളർത്താനല്ല. ആരെങ്കിലും ഒരാൾ കയറി വരും പ്ലീസ്. വലിയ ഉപകാരമായിരിക്കും. ഒന്നുമില്ല, വെറുതെ വന്നാൽ മതി. ആരെങ്കിലും എന്റെ സിനിമയിലേക്ക് പിന്നെ എടുക്കൂല. വരും.
നായികയാകാൻ വന്നേക്കുന്നത്. നല്ല കാര്യം. ഒന്നുമില്ല, വെറുതെ വന്നാ മതി, വാ. ഓക്കേ, ഓക്കേ, മതി, ഒന്ന് മതി. ഇടിക്കുക നായകനെ. മതി, മതി, മതി. നായകനെ. ഓക്കേ, അടുത്തത്. പേരെങ്ങനെയായിരുന്നു മാഡം? മേഡത്തിനെ ഞാനാ കൊണ്ടുവന്നത്. പേരെന്തേനു? ഷാനി. ഷാനി. അതെ? ഷാനി. ഇവിടെ വാ. ഓ, എന്തായിരുന്നു പേരെങ്ങനെ? ദിവ്യയ്ക്കും ശാലിനിക്കും എന്റെ പടത്തിൽ ഓഡീഷൻ വന്ന് നല്ലൊരു കഴിവ് കൊടുത്തേ. അപ്പൊ റെഡി. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ കാമുകനാണല്ലോ. ഞാനാണ് കാമുകൻ. നിങ്ങൾ മൂന്നും ഈ കാമുകന്റെ 3 നായികമാര്. നായികമാർ. ഓക്കെ. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സോങ് പ്ലേ ചെയ്യും. അതിനൊപ്പിച്ച് നിങ്ങൾ ചെറിയ സ്റ്റെപ്പ് വെക്കുക. ഞാൻ വിളിക്കുമ്പോൾ മാത്രം നായകൻ എൻട്രി ചെയ്യുക. ഈ വിളിക്കുമ്പോ ഞാൻ ആ പാട്ടിലേക്ക് വന്ന് കയറണം. ഓക്കെ. റെഡി? അത് ഞാൻ പൊളിക്കും. ഓക്കെ. ചെറിയൊരു മ്യൂസിക് പ്ലേ ചെയ്യും. നിങ്ങൾ അതിനൊരു ചെറിയ സ്റ്റെപ്പ് വെക്കുക. ഇല്ല, വിളിക്കണേ. നായകനെ വിളിക്കുമ്പോൾ മാത്രം ജോയിൻ ചെയ്യാം. ഞാൻ റെഡി? മ്യൂസിക് വരുമ്പോ- ഞാൻ പ്ലീസ്. വരുമ്പോ നന്നായി കളിച്ചോട്ടോ. ഞാൻ വരട്ടെ. പറയാം, പറയാം. ഞാൻ വരട്ടെ. ഞാൻ വരട്ടെ. പറയാം, പറയാം. വരട്ടെ, വരട്ടെ. പറയാം, പറയാം. അയ്യോ, സത്യം പറഞ്ഞാൽ പൊളിച്ച്. ഞാൻ എത്ര പ്രതീക്ഷയില്ല. കിടുക്കി ഇപ്പൊ 3 പേരെ അങ്ങ് ത്രൂ ഔട്ട് നായികമാരാക്കിയാൽ മതി എന്നാണ് ഞാൻ നോക്കുന്നത്. കിടുക്കി സൂപ്പർ. നല്ല കേട്ടു, നല്ല കേട്ടു, നല്ല കേട്ടു. ഞാൻ വന്നില്ല. ശരിയില്ലേ? എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട്. ഞാൻ വിളിച്ചല്ലോ. എവിടെ? അയ്യോ, വിളിച്ചില്ലേ? ഇല്ല. എന്റെ പൊന്നു സുഹൃത്തെ, പാട്ട് ശ്രദ്ധിക്കണം. ഇവിടെ പാട്ട് ശ്രദ്ധിക്കുന്നേ. അതിലെവിടെ ഞാൻ? സുന. ആ സുനല്ലേ നീ? പാട്ട് ശ്രദ്ധിക്കാത്തോണ്ട് പറ്റിയത്. ഞാനാണോ സുന? എടാ, ഇക്ക് സുനാവ്. എന്തോ ആൾക്കാർ ഇരിക്കുന്നത്. ആ ക്യാമറ പിടിച്ച് കൊടുത്താൽ ഞാൻ വെറുതെ നിൽക്കുന്ന ഓരോ സുനാക്ക്. ഇതെന്നാ സുനാക്കുന്നത്? എടാ, ഞാൻ നായകനാണോ? സംഭവം എന്ന് വെച്ചാൽ പാട്ട് ശ്രദ്ധിക്കണം. പാട്ട് ശ്രദ്ധിച്ചാൽ വേറൊന്നതാ. ഇത് സംഭവം ചെറിയ വേറെ കറക്റ്റായിട്ട് വിളിക്കണമെങ്കിൽ ചെറിയൊരു മ്യൂസിക്. ആയിക്കോട്ടെ, ചെയ്തോ. നിങ്ങൾ സ്റ്റെപ്പ് ഇടുന്നു. ഞാൻ വിളിക്കുമ്പോൾ മാത്രം എൻട്രി ചെയ്യും. ഇതൊന്ന് വിളിച്ചാ മതി. മ്യൂസിക് പ്ലീസ്. വരട്ടെ, വരട്ടെ, വരട്ടെ. എടാ, വരട്ടെ. എടാ, വരട്ടെ. വരട്ടെ, വരട്ടെ, വരട്ടെ. സൂപ്പർ. എന്റെ ദൈവമേ, ഞാൻ എന്തിനാ നായകനെ വെച്ച് പടം ചെയ്യാനുള്ളത്? ഇടുക്കിന്ന് വെച്ചാൽ ടോപ്പ് കേട്ടോ, ഒരു രക്ഷയില്ല. ഖത്തറിലൊക്കെ ഇത്രയും നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന ആക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ പടത്തിന് കിട്ടിയ ഏറ്റവും വലിയ സർപ്രൈസ് ആണ്. താങ്ക് യു സോ മച്ച്. ഞാൻ മാങ്ങ പുഴുങ്ങാൻ വന്നല്ല. ഇടയ്ക്കിന്റെ വിളിക്കാത്ത പറഞ്ഞിട്ടാണ് വിളിക്കാത്ത. എടാ, നിന്റെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? വിളിച്ചില്ല. എന്റെ പൊണ്ണു ഈ നുണയം പറയുന്നത് കേട്ടോ. എടാ, എത്ര തവണ വിളിച്ചു? ആരെവിടെ വിളിച്ചു? 1-ാം വട്ടം കണ്ടപ്പോൾ പെണ്ണിന് കിണ്ടാണ്ട. കിണ്ടാണ്ടമല്ലേ നീ? ഞാനെന്താ ഈ വേസ്റ്റ് സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലവും സുന കിണ്ടാണ്ടം. ചേട്ടാ, വന്നോരെ കിണ്ടാണ്ടാക്കണോ? ഞാനാ മെയിനി. ഒരു കാര്യം ചെയ്യും. എല്ലാവരും പോയിരുന്നു. പ്ലീസ്. ഇതാണൊരു ബൈക്ക് കൊണ്ടുപോയ. ശ്രദ്ധിച്ചിറങ്ങി, ശ്രദ്ധിച്ചിറങ്ങട്ടോ. അയ്യോ, ഒന്നിനെ കാണാനില്ല. അതതിനെ പോയി ഓരൊക്കെ കൊണ്ടാക്കി. നല്ല സുഹൃത്തെ, അവര് ഞാൻ വിളിച്ചപ്പോ കയറി വന്നു. ഞാൻ കൊണ്ടാക്കി. അവർക്ക് കൃത്യമായിട്ട് അവരുടെ സ്ഥലത്ത് പോയിരിക്കാനുള്ള അറിവുണ്ട്. ഞാൻ കൊണ്ടാക്കിയവരെ. എന്തിനു കൊണ്ടാക്കുന്നു? ഇതൊക്കെ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടല്ലോ സ്കൂളിലൂടെ. അത് പ്രൊഡക്ഷൻ കൺട്രോളറുടെ പണിയാണ്. കൊണ്ടാക്കലേക്കോ? കൊണ്ടാക്കുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാന്നുള്ളത്. അത് കിട്ടുവയ്ക്ക്. ഏതാ നിങ്ങളിപ്പോ പറഞ്ഞ പണി കിട്ടോ? ഏത് കൊണ്ടാക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ? നിങ്ങൾ പറ, ഇവന് പ്രൊഡക്ഷൻ കൺട്രോളർ പണി കൊടുക്കണോ, ഇവനെ എന്റെ കയ്യിൽ നിന്ന് നല്ല അടി കൊടുക്കണോ? താങ്ക് യു സോ മച്ച്.